ബസ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘ് യൂണിയന്റെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന സംസ്ഥാന സർക്കാർ നയം തിരുത്തണമെന്ന് സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേരളത്തിൽ ഏകദേശം 40,000-ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കേവലം 8,000-ഓളം ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. മാറി മാറി വരുന്ന സർക്കാരിൻ്റെ വികലമായ മോട്ടോർ നയത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതെന്നും അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഈ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കാസർഗോഡ് ജില്ലാ ബസ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘ് യൂണിയൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ബസ് തൊഴിലാളികളെ അംഗങ്ങളായി ചേർക്കാൻ ബസ് ഉടമകൾ തയ്യാറാകണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു. കാഞ്ഞങ്ങാട്ടെ BMS ഓഫീസിൽ വെച്ച് നടത്തിയ സമ്മേളനം BMS കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ബസ് എന്ന് പറയുന്നത് അവശ്യ സാധനങ്ങളുടെ പട്ടികയിലാണ്. അതുകൊണ്ട് തന്നെ പല തൊഴിലാളികൾക്കും സമ്മേളനങ്ങളിലോ അതുപോലെ തന്നെ യൂണിയൻ്റെ പരിപാടികളിലോ പങ്കെടുക്കാൻ ലീവ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മറ്റു മോട്ടോർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട യൂണിയനാണ് ഓട്ടോറിക്ഷയും അതുപോലെ ടാക്സി യൂണിയൻ. അപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചും ബസ് തൊഴിലാളികളെ സംബന്ധിച്ചും സാധാരണപ്പെട്ട ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷനായി. ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം, ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജയേഷ് കാരക്കോട് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് മന്നിപ്പാടി സ്വാഗതവും ഗിരീഷ് അട്ടെങ്ങാനും നന്ദിയും പറഞ്ഞു. യൂണിയന്റെ പുതിയ ജില്ലാ ഭാരവാഹികളായി പ്രസിഡന്റായി KV ബാബുവിനെയും ജനറൽ സെക്രട്ടറിയായി രാജേഷ് മന്നിപ്പാടിയെയും ട്രഷററായി ഗിരീഷ് അട്ടെങ്ങാനത്തെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.